ഇന്ന് ജനുവരി 10, 7@77 ഗ്രൂപ്പിന്റെ 3-ാം വാർഷികാഘോഷം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി വാർഷികാഘോഷം ആരംഭിച്ചു. മെയിൻ ഗസ്റ്റുകളായിട്ട് ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് സേവ്യർ സാറും ഗീത ടീച്ചറുമായിരുന്നു. ആദ്യം തന്നെ അവരെ ആദരിക്കുന്ന ചടങ്ങിലേക്കാണ് ഞങ്ങൾ കടന്നത്. തുടർന്ന് ടീച്ചറും സാറും ചേർന്നുകൊണ്ട് തിരി തെളിയിച്ച് ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. മനസ്സിലാക്കിക്കൊണ്ട് ഒരു വർഷം 1-2 പ്രാവശ്യങ്ങൾ നമ്മൾ ഒന്നിച്ച് കൂട്ടായിട്ട് വിനോദയാത്രകൾ പോകാറുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു ആവശ്യം വന്നാൽ നമ്മൾ അവിടെ പോയി അവരെ കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്, സന്തോഷമായാലും സങ്കടമായാലും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബമാകുമ്പോൾ നമ്മളെ കയ്യിൽ 5 വിരലുണ്ട്. 5 വിരലും ഒരേപോലെ അല്ല. ചിലപ്പോൾ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം, ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അതെല്ലാം അവിടെ മറന്ന് അവിടെ കളഞ്ഞ് വീണ്ടും പിറ്റന്ന് നമ്മൾ ഒന്നായി മുന്നോട്ട് പോകുന്ന ഒരിതാണ്. മാസത്തിലൊരു കമ്മിറ്റിയും കൃത്യമായ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഒരു ജനറൽ ബോഡിയും നമ്മളെ വളരെ ഒരു PST പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നുള്ള കുറച്ച് അംഗങ്ങളായാലും ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വളരെ അർത്ഥവത്തായി ഒരു സാമ്പത്തിക ഭദ്രതയോടുകൂടി അതിലൊരു റിപ്പോർട്ടോടുകൂടി വളരെ വ്യക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണിതുള്ളത്. ഭാവിയിൽ ഈ സംഘടന, ഈ പ്രവർത്തകര് നമ്മുടെ കാലം കഴിഞ്ഞാലും അതിന്റെ ഒറ്റ ലക്ഷ്യത്തോടെ നമ്മുടെ കുടുംബാംഗങ്ങളെ ഈ വേദിയിലേക്ക് നമ്മൾ ആനയിച്ചത്. വീണ്ടും വീണ്ടും നമ്മളെ പ്രവർത്തനങ്ങളിൽ അവരെ കൂടെ ഉൾപ്പെടുത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ കാലഘട്ടം മനുഷ്യനാണ്. നമ്മുടെ കാലഘട്ടം കഴിഞ്ഞാലും നമുക്ക് അവര് നമ്മുടെ ഈ വാർഷികം ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ അല്ലെങ്കിൽ അഗതികളായ ഒരാൾക്ക് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകണം. ഇന്ന് നമുക്ക് പലരും കാണുന്നു. നമ്മളെ ഈ തെക്കൻ ജില്ലയിലല്ല, വടക്കൻ ജില്ലയിലോട്ട് പോയാൽ പ്രായമായ ആൾക്കാരും ക്യാമറ ഫോണും 2 പട്ടിയും മാത്രമുള്ള വീടുകൾ ഒരുപാട് എനിക്കറിയാം. അങ്ങനെ അനാഥമായി ഉപേക്ഷിച്ചു പോകുന്ന, അല്ലെങ്കിൽ ജോലി തിരക്ക് കൊണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെ നേട്ടം കൊണ്ട് ഇവിടെ ചെയ്താൽ 1 ലക്ഷം രൂപ വരെ നമ്മൾ നമ്മുടെ മുഖ്യ അതിഥിയുമായിരിക്കുന്ന ടീച്ചർ, ഇതിൻ്റെ സാരഥിയായിരുന്ന ഇതിനെല്ലാം നേരത്തെ നമുക്ക് സ്വാഗത ആശംസയിലൂടെ വളരെ കർമ്മനിരതമായ ഒരു ചുവടുവയ്പ്പിന് സദാസമയം നമ്മളെ പ്രോത്സാഹിപ്പിച്ച് വളരെ വ്യക്തമായ നേതൃത്വം നൽകുന്ന ശ്രീമാൻ പ്രസന്ന ഉമർ, ഇതിൻ്റെ ചടുലതയായി പ്രവർത്തിക്കുന്ന സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ശ്രീമാൻ വിജയകുമാർ സാർ, ശ്രീമാൻ രമേശൻ നായർ. പക്ഷേ ഈ കൂട്ടായ്മ വളരെ അതിശയമുള്ള, അല്ലെങ്കിൽ വളരെയധികം സന്തോഷം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത്രയും 7ാം ക്ലാസ്സിൽ അന്ന് പഠിച്ച കുട്ടികളെന്ന് പറയുമ്പോൾ ഇന്നത്തെ 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് വിവരം. അവരോട് എന്ത് ചോദിച്ചാലും അവർക്കറിയാം, അല്ലെങ്കിൽ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അവർ തന്നെ അതിൻ്റെ വിവരങ്ങൾ പറയും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇപ്പം നമ്മളെല്ലാവരും ഒക്കെ പഠിച്ചു വരുന്നുണ്ട്. എന്നാലും അതിൻ്റെ വളം വയ്ക്കുന്നത് പോലെ കുറേയൊക്കെ അറിയാമായിരുന്നു. എല്ലാവരും അല്ല, അല്ലെങ്കിൽ പ്രാവീണ്യം ധാരാളം ആളുകളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അന്നുണ്ടായിരുന്ന ഈ കൂട്ടുകാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. അതിനാദ്യം അതിൻ്റെ സംഘാടകരെല്ലാം ഞാൻ മനസ്സാ അഭിനന്ദിക്കുന്നു. കാരണം അത് പറയാൻ. അടുത്തതായി പുതിയ കമ്മിറ്റി മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങിലേക്കാണ് കടന്നതെങ്കിലും പഴയ മെമ്പേഴ്സ് തന്നെ മതി എന്നുള്ള ഭൂരിപക്ഷ തീരുമാനം എല്ലാവരും കൈയടിച്ച് പാസാക്കി. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗീത ടീച്ചർ ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരു ചെറിയ തുക സംഭാവന നൽകിയിരുന്നു. അതിന് ടീച്ചറിനോടും ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു ബെസ്റ്റ് ഫാമിലിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു അടുത്ത പരിപാടി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരി ഗിരിജയും ഫാമിലിക്കുമായിരുന്നു ആ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പല മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഞങ്ങളുടെ കൂട്ടുകാരുടെ ഫാമിലി മെമ്പേഴ്സിനെ ആദരിക്കുക എന്നതായിരുന്നു അടുത്ത ചടങ്ങ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഓരോ മൊമെന്റോസ് നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരവ് പ്രകടിപ്പിച്ചു. 2025 ജൂൺ മാസം സംഗീത മാസമായി ഞങ്ങൾ ആഘോഷിച്ചപ്പോൾ അതിൽ പങ്കെടുത്ത ഞങ്ങളുടെ കൂട്ടുകാർക്കും കൂട്ടുകാരുടെ ഫാമിലി മെമ്പേഴ്സിനും ഓരോ സ്നേഹ സമ്മാനം നൽകി. തുടർന്ന് ഞങ്ങൾ കലാപരിപാടികളിലേക്ക് കടന്നു.
മനസ്സുകളിൽ നൈർമല്യം വിടർത്തുമ്പോൾ ഈ മുറ്റത്ത് ഒരിക്കൽ കൂടെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പൂക്കൾ വിരിയുകയാണ്. ഓർമ്മകൾക്ക് കൂട്ടേക്കാൻ ചിരിയും ചിന്തയും ഒപ്പം വർണ്ണാഭമായ നൃത്തച്ചുവടുകളും കോർത്തിണക്കി ഒരു ദൃശ്യ വിരുന്ന് നിങ്ങൾക്കായി. We welcome you all to the program 2K26. മാമിക തകർത്തു അല്ലേ? ഓക്കെ, നല്ലൊരു കൈഡ് മാമിക്ക് കൊടുക്കാമോ? Ah
ഒത്തുപിടിക്കാം ഓട്ടത്തിൽ പറയുവാൻ വിരഹത്തിൻ കഥയുണ്ടതറിയാതെ പതിത കാർമികനാ പവൽ പദത്തിൽ പറയുവാൻ വിരഹത്തിൻ കഥയുണ്ടതറിയാതെ പതിത കാരുണികനാ പവൽ പദത്തിൽ കണ്ണാൽ നിമിഷങ്ങൾ അറിയാതെ പൊഴിയുമ്പോൾ തവ മുഖ കമലത്തിൽ ചിരിയുതിർന്നു 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 जीवन
നമസ്കാരം. നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞ രാവണ പ്രഭു എന്ന ചിത്രത്തിലെ മോഹൻലാൽ ഡബിൾ റോളിലെത്തുന്നൊരു സിനിമയായിരുന്നു. അപ്പോൾ അതിൽ മംഗലശ്ശേരി നീലകണ്ഠനെ ആരും മറന്നിട്ടുണ്ടാവില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പഠിച്ച സ്കൂളിൽ ഈ ഒരു അനുകരണം ചെയ്യുന്നത്. അതിന് അവസരം ലഭിച്ചതിലും നന്ദി പറയുന്നു. രാവണപ്രഭു എന്ന ചിത്രത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മംഗലശ്ശേരി നീലകണ്ഠൻ പുറത്തേക്ക് നടന്നു പോകുമ്പോൾ വില്ലൻ കഥാപാത്രമായ മുണ്ടയ്ക്കൽ ശേഖരൻ വഴി തടയുന്ന ഭാഗം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. പിന്നിട്ട വഴികളിൽ നിന്നും എൻ്റെ ഉള്ളിൽ തറച്ച് നീ എന്ന മുള്ളിനെ ഞാൻ എന്നെ മറന്നിരിക്കുന്നു. മുണ്ടയോണ്ട് ഞാൻ മുള്ളിന് ഇനിയും എന്നെ കുത്തി നോവിക്കാൻ ആവില്ല ശേഖര. എനിക്ക് നോവില്ല. പ്രാണന്റെ പാതിയായവളെ ഇടിഞ്ഞിട്ടും തുടരുന്ന യാത്രയെ വേദനിക്കാൻ അതിലും വലുതല്ലടോ മണ്ണിലും മരത്തിലും കല്ലിലും പഴുത വീട് വഴി മാറട മുണ്ടയ്ക്കൽ ശേഖര. അടുത്തതായി അതേ സിനിമയിൽ തന്നെ നമ്മളേറെ ചിരിപ്പിച്ച നമ്മളെ കടന്നുപോയ ശ്രീ ഇന്നസെന്റ് അവതരിപ്പിച്ച വാര്യരമ്മാവൻ്റെ കഥാപാത്രത്തെ കൂടെ അവതരിപ്പിക്കുന്നു. മുണ്ടയ്ക്കൽ ശേഖരൻ്റെ ഹോസ്പിറ്റലിൽ കാർത്തികേയൻ്റെ അമ്മയ്ക്ക് ചികിത്സയില്ല എന്ന് പറയുന്ന ഭാഗം ഒന്ന്, അതിനോടുള്ള വാര്യരമ്മാവൻ്റെ പ്രതികരണം ഒന്ന് നോക്കാം. ഇത് തനിക്ക് തൻ്റെ സ്വന്തം രോഗം ചികിത്സിക്കാൻ കിട്ടിയ ആശുപത്രിയാണെന്ന് അറിഞ്ഞില്ല. എങ്കിൽ പുറത്തെ ചുവരിൽ അതിൻ്റെ ബോർഡ് മാറ്റി കുഷ്ഠരോഗ ആശുപത്രി എഴുതി വെക്കണോ ശേഖര. മനസ്സിൻ്റെ കുഷ്ഠം മാറ്റണ ആശുപത്രി അതിപ്പോ ലാഭല്ലോ. ഇത് ശേഖരൻ്റെ തന്നല്ലേ നിർമ്മാണം. മുണ്ടയ്ക്കൽ ശേഖരൻ്റെ അമ്മയുടെ. താങ്ക് യു. ഏകദേശം 1 മണിയോടടുത്തപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സദ്യ കഴിക്കാനായിട്ട് ഒരുങ്ങി. ഞങ്ങളുടെ കൂട്ടുകാരിൽ ഒരാളായ പ്രസന്നൻ തയ്യാറാക്കിയ സദ്യ ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി കഴിച്ചു.
സദ്യയ്ക്ക് ശേഷമുള്ള വിശ്രമത്തിനു ശേഷം കലാപരിപാടികൾ തുടർന്നു. വളരെ ഉയർന്നു വാ തളരണേ നീ ഉയർന്നു വാ തളരണേ നീ ഉളച്ചു വാ. മയിലായി പറന്നുവ മഴവിൽ തോൽക്കുമെന്നഴകേ കനിവായി പൊഴിഞ്ഞു താമണി തേയും മാവിൽ ചേർന്നു മയക്കാനേ ആരും അറിയാതൊരു നാൾ ഹൃദയം നീകവരും. മഴവിൽ കലാപരിപാടികൾക്ക് ശേഷം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇന്നേ ദിവസം പിരിഞ്ഞത്. ഞങ്ങളുടെ ഈ വാർഷിക ആഘോഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.